രാവിലെ മാധ്യമങ്ങൾ പുറത്തുവിട്ട കേരളത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു വാർത്ത. അത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ പതിറ്റാണ്ടുകളായി നടക്കുന്ന സംഭവമാണ്. ഏതൊരു കാര്യം ചെയ്താലും കൌൺസിലർമാർക്ക്, CPM കൌൺസിലർമാർക്ക്, കോർപ്പറേഷനിലെ ഭരണാധികാരികൾക്ക് പണം കൊടുക്കണം, കൈക്കൂലി കൊടുക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു വ്യവസ്ഥ. അത് സൗജന്യമായി വീട് ലഭിക്കുമ്പോഴാകട്ടെ, മറ്റ് സാമ്പത്തിക സഹായങ്ങൾ കിട്ടുമ്പോഴാകട്ടെ, ഇപ്പോൾ അത് വന്ന് ആര്യ രാജേന്ദ്രന്റെ ഭരണം എത്തിയപ്പോഴേക്കും കോർപ്പറേഷൻ റോഡുകൾ ടാർ ചെയ്യണമെങ്കിൽ അവിടെ താമസിക്കുന്നവരൊക്കെ തന്നെ പിരിവെടുത്ത് പണം കൌൺസിലർമാരെ കൊടുക്കണമെന്നുള്ള നിബന്ധന വന്നിരിക്കുകയാണ്. മുട്ടത്തറ വാർഡ് കൌൺസിലർ ശ്രീ രാജേന്ദ്രൻ, അദ്ദേഹം വളരെ നഗ്നമായി, അദ്ദേഹം 50,000 രൂപ ചോദിച്ചിട്ട് 5,000 രൂപ കിട്ടിയപ്പോൾ എവിടെയോ നിന്ന രാജേന്ദ്രൻ എല്ലാം മാറ്റിവെച്ച് 5,000 രൂപ കിട്ടുമെന്ന് പറഞ്ഞ് പറന്ന് വന്ന് കൈക്കൂലി വാങ്ങുന്ന വിഷ്വൽ, നാണം കെട്ട ചിത്രങ്ങൾ പുറത്തു വന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് BJP ശക്തമായ പ്രതിഷേധം രാവിലെ മുതൽ വാർഡിലും അതോടൊപ്പം തന്നെ കോർപ്പറേഷനിലും ആരംഭിച്ചിട്ടുള്ളത്. ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നത് BJPയുടെ പ്രതിഷേധം ഫലം കണ്ടു എന്നുള്ളതാണ്. ശ്രീ രാജേന്ദ്രൻ കൌൺസിലർ സ്ഥാനം രാജിവെച്ചു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. ഇത് 45 ദിവസം കൂടി മാത്രമേ ഇനി തെരഞ്ഞെടുപ്പിനുള്ളൂ എന്നതുകൊണ്ടാണ് ആര്യ രാജേന്ദ്രനെതിരെയൊക്കെ നിരവധി വാർത്തകൾ നേരത്തെ പുറത്തു വന്നിട്ടുണ്ട്. രാജിവെക്കാൻ തയ്യാറായില്ല. എന്നാൽ ഇപ്പോൾ അഴിമതിയുടെ മൂർധന്യാവസ്ഥയിലെത്തിയപ്പോൾ രാജിവെക്കേണ്ട ഒരു സാഹചര്യം